നമസ്കാരം. പ്രധാന വാർത്തകൾ. മുൻ എംപിയും CPIM നേതാവുമായ അഡ്വക്കേറ്റ് AM ആരിഫിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. നേരിയ പരിക്കേറ്റ ആരിഫിനെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേർത്തല ദേവീക്ഷേത്രത്തിന് തെക്ക് വശത്താണ് അപകടം. ഓട്ടോയുടെ പിന്നിലിടിച്ച കാറിന്റെ മുൻഭാഗം തകർന്നു. സംസ്ഥാനത്ത് കോർപ്പറേഷനുകളിലെ മേയർമാരെയും മുനിസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺമാരെയും തെരഞ്ഞെടുത്തു. മേയർ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ, കൊച്ചി, തൃശൂർ, കൊല്ലം കോർപ്പറേഷനുകളിൽ UDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. അതേസമയം തിരുവനന്തപുരത്ത് ആദ്യമായി BJP മേയർ അധികാരത്തിലെത്തി. കോഴിക്കോട് മാത്രമാണ് LDF മേയർ വിജയിച്ചത്. ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ ഉച്ചയ്ക്ക് ശേഷം 2:30-ക്കാണ്. പഞ്ചായത്തുകളിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെയാണ്. കോട്ടയത്ത് മദ്യലഹരിയിൽ വാഹനമോടിച്ച ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചിട്ട സംഭവത്തിൽ സീരിയൽ നടൻ സിദ്ധാർത്ഥ പ്രഭുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. കോട്ടയം നാട്ടകം MC റോഡിൽ വെച്ചായിരുന്നു സംഭവം. അപകടമുണ്ടാക്കിയതിന് പിന്നാലെ നാട്ടുകാരുമായും പോലീസുമായും താരം വാക്കുതർക്കത്തിലേർപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമത്തിൽ വൈറലാണ്. പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരൻ ചികിത്സയിലാണ്. ഇയാളുടെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് നാട്ടുകാരെയും പോലീസിനെയും സിദ്ധാർത്ഥ ആക്രമിച്ചിരുന്നു. 24-ന് രാത്രി നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപം MC റോഡിൽ വെച്ചാണ് സിദ്ധാർത്ഥ അപകടമുണ്ടാക്കിയത്. അപകടത്തിന് പിന്നാലെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച നാട്ടുകാരെയും ഇടപെടാനെത്തിയ പോലീസിനെയും ഇയാൾ ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് ബലം പ്രയോഗിച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗർഭിണിയായ ആദിവാസി യുവതിക്ക് മെഡിക്കൽ കോളേജിൽ സ്കാനിംഗ് നിഷേധിച്ചതായി പരാതി. പാറമേക്കാവ് കൊലുമ്പൻ ഉന്നതി നിവാസിയായ അപർണ ബിനുവിനാണ് സ്കാനിംഗ് നിഷേധിച്ചത്. 5-ാം മാസത്തിലെ സ്കാനിംഗ് ചെയ്തില്ല എന്നാണ് പരാതി. ആവശ്യത്തിന് റേഡിയോളജിസ്റ്റുകൾ ഇല്ല എന്നാണ് കാരണമായി പറയുന്നത്. റേഡിയോളജി വിഭാഗത്തിൽ ആകെ 2 ഡോക്ടർമാരും 6 ജീവനക്കാരുമാണുള്ളത്. അതിനാൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമാണ് പ്രവർത്തനം. ഈ മാസം 24-നായിരുന്നു അപർണ ബിനുവിനോട് സ്കാനിങ്ങിനായി വരാൻ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ച് ആശുപത്രിയിലെത്തിയ അപർണയോട് എന്നാൽ ഇന്ന് തിരക്കാണെന്നും പിന്നീട് വരാനുമാണ് പറഞ്ഞത്. ആളുകളില്ല എന്നതാണ് ഇവരെ മടക്കി വയ്ക്കാൻ കാരണമായി അധികൃതർ പറഞ്ഞത്. വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ, പൂഞ്ചിറ മലനിരകളിൽ വൻ തീപിടുത്തം. ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും രാത്രിയോടെ വീണ്ടും സമീപ പ്രദേശങ്ങളിലേക്ക് പടർന്നു. മലനിരകളിൽ നിന്ന് പുകയുരുന്നത് വിനോദസഞ്ചാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ക്രിസ്മസ് അവധിക്കാലമായതിനാൽ സ്ഥലത്തുണ്ടായിരുന്ന വിനോദസഞ്ചാരികളുടെ അശ്രദ്ധയാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെ തുടർന്ന് ഉടൻ തന്നെ ഈരാറ്റുപേട്ടയിൽ നിന്നും 2 അഗ്നിരക്ഷാസേന യൂണിറ്റുകൾ സ്ഥലത്തെത്തി മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് വൈകുന്നേരത്തോടെ തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിലവിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനുമായി അഗ്നിരക്ഷാസേനയുടെ ഒരു യൂണിറ്റ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്.